ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഒരു ജനതയെ കേരളം ചേർത്ത് പിടിക്കുകയാണ്. അവിടെ വീടുകൾ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സ്വപ്ന ഭവനങ്ങൾ ആണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ നിർമ്മിച്ച വീടുകളുടെ ആദ്യഘട്ട താക്കോൽദാനം ആണ് നാളെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ടം. ആ താക്കോൽദാന ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. ഒരു കുടുംബത്തിന് ഏറ്റവും സുരക്ഷിതമായ ഇടം ഒരുക്കിക്കൊണ്ടുള്ള വീടുകൾ ആണ് തയ്യാറാക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരമാകുന്ന ഒന്ന്. നേരത്തെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഭൂപ്രദേശത്ത് കൃത്യമായ സ്ഥലം കണ്ടെത്തുക, അവിടെ വീടുകൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് അതിനെ പരുവപ്പെടുത്തിയെടുത്തുക, പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ, അതായത് നമുക്കറിയാം ഒരു വീട് വെക്കുമ്പോൾ അത് ദുരിതബാധിതർക്കാണ് എങ്കിൽ പോലും നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് വേണം ആ വീട് ഒരുക്കാൻ എന്നതാണ്. അങ്ങനെയുള്ള നിർമ്മാണം ആണ് ഇപ്പോൾ പൂർത്തീകരിച്ച് ഈ ദുരിതബാധിതർക്ക് വീട് ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ആദ്യഘട്ട താക്കോൽദാന ചടങ്ങ് നാളെ നടക്കാൻ പോകുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീടുകൾ ആണ് നാളെ സർക്കാർ നൽകാൻ പോകുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മുസ്ലിം ലീഗ് തയ്യാറാക്കിയിട്ടുള്ള വീടുകളുടെ പ്രത്യേകത എന്താണ്, സൗകര്യങ്ങൾ എന്താണ് എന്ന് ന്യൂസ് ടെൻസിലൂടെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇന്ന് നമ്മൾ ഈ സർക്കാർ നിർമ്മിക്കുന്ന 400-ൽ അധികം വീടുകൾ ആണ് നിർമ്മിക്കുന്നത്. അതിൽ 178 വീടുകളുടെ താക്കോൽദാനമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകം ഭൂമിയടക്കം കണ്ടെത്തിക്കൊണ്ട് ആണ് ഒരു പ്രത്യേക പ്രദേശത്തെ എല്ലാ വീടുകളും അടുത്തടുത്ത് എന്ന നിലയിലാണ്. അവർ ദുരിതത്തെ ഒരുമിച്ച് നേരിട്ടവർ ആണ്. ഇനിയുള്ള ജീവിതത്തിലും അവർക്ക് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ തന്നെ എന്തൊക്കെയാണ് സർക്കാർ നൽകുന്ന വീടുകളുടെ സൗകര്യങ്ങൾ, പ്രത്യേകത നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിക്കുകയാണ്. അതായത് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ്, സർക്കാർ നിർമ്മിക്കുന്ന ഈ ടൗൺഷിപ്പ് എന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആണ് എന്നതാണ്. ആ എസ്റ്റേറ്റിലാണ്, എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നേരത്തെ MS അനീഷ് കുമാർ അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ആ വീടുകൾ ഇരിക്കുന്ന സ്ഥലത്തെ ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആണ് എന്നതാണ്. 5 സോണുകളിലായി സർക്കാർ 410 വീടുകൾ ആണ് ആകെ നിർമ്മിക്കുന്നത്. ദുരിതബാധിതർക്ക് വേണ്ടി 410 വീടുകൾ നിർമ്മിക്കുമ്പോൾ പല സോണുകളിൽ 410 വീടുകളും ഒരേ ഭൂപ്രദേശത്ത് നിർമ്മിക്കുക എന്നത് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച പ്രായോഗികമല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും ഒട്ടേറെ തരിശു ഭൂമികൾ ഉണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് പോലെ ഒരു പ്രദേശത്ത് ഇത്രയധികം വീടുകൾ ഒരേ പ്രദേശത്ത് തന്നെ നിർമ്മിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 5 സെഗ്മെന്റുകളായി അല്ലെങ്കിൽ 5 സോണുകളിൽ ആണ് ഈ നിർമ്മാണം പൂർത്തിയാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 178 വീടുകളുടെ നിർമ്മാണം ആണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നേരത്തെ പ്രേക്ഷകർ കണ്ടത്. അവിടെ നിന്നായിരുന്നു MS അനീഷ് കുമാർ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൽ അന്തിമമായ മിനുക്കുപണികൾ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 178 വീടുകൾ എന്ന് പറയുമ്പോൾ അവിടേക്ക് കൃത്യമായ വഴി സൗകര്യം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം നടപടികൾ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ്. അതുമാത്രവുമല്ല, എടുത്തു പറയേണ്ടത് ഓരോ വീടും ഇരിക്കുന്നത് 7 സെന്റിൽ ആണ് എന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ മലയാളികളുടെ ഒരു ജീവിത രീതിയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ 4-5 സെന്റ് സ്ഥലത്തിൽ ഒക്കെയാണ് അത്യാവശ്യം ആഡംബര വീടുകൾ പോലും നിർമ്മിക്കുന്നത് എന്നതാണ്. ഇവിടെയാണ് 7 സെന്റ് ഭൂമി എന്ന് പറയുമ്പോൾ ഒരു വീടിന് അതിൻ്റെ എല്ലാ സ്വകാര്യതയും നൽകുന്ന ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലത്ത് തന്നെ ആണ് ഈ വീട് നിർമ്മിക്കുന്നത് എന്നത് നമുക്ക് 7 സെന്റ് ഭൂമിയിലാണ് ഓരോ വീടും എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 1000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീടുകൾ ആണ് ഇവിടെ സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അതായത് അത്യാവശ്യം സൗകര്യങ്ങൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 1000 ചതുരശ്ര അടിയുള്ള വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ആണ് ഒരുക്കി നൽകുന്നത് എന്നതുകൂടി ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. അവിടെയാണ് 2 കിടപ്പുമുറികൾ ആണ് ഓരോ വീടുകളിലും ഉള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. 2 കിടപ്പ് മുറികളിൽ 1 അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ബാത്റൂം കൂടിയുണ്ട്. അത് കോമൺ ബാത്റൂം എന്ന നിലയിൽ ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഇത് ഈ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ വീടുകളിലും ഉണ്ട് എന്നതാണ്. ഒപ്പം നമുക്കറിയാം മലയാളികളുടെ ഒരു വീട് എന്ന സങ്കല്പത്തെ ഞാനിത് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിൽ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ഒരു വീട്? കയറി ചെല്ലുന്ന ഒരു ഭാഗം, ഒരു സിറ്റ് ഔട്ട് ഉണ്ടാകും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയ്ക്കൊപ്പം തന്നെ ലിവിംഗ് റൂം,
ഡൈനിങ് റൂം, ഇതൊക്കെ മലയാളിയുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അടുക്കള ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാൽ ഒരു വീടിൻ്റെ സങ്കല്പം ഇങ്ങനെയൊന്നും ആകണമെന്നില്ല. പക്ഷെ മലയാളികൾക്ക് ഒരു വീട് എന്ന സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള വീട് തന്നെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയ, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ കൂടി നമുക്കറിയാമല്ലോ. ആ വെള്ളാർമല സ്കൂള് ഒക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടാകാം. ഒരു പുഴ അപ്പാടെ എടുത്തുകൊണ്ടുപോയ, അങ്ങനെ ആ സ്കൂളിലെ കുട്ടികൾ അടക്കം മരണപ്പെട്ട, സുഹൃത്തുക്കളെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ ആ സ്കൂളിലേക്ക് എത്തുമ്പോൾ, ആ സ്കൂളിൻ്റെ പുനർനിർമ്മാണം അടക്കം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ, അങ്ങനെ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒക്കെ കൃത്യമായി കരുതുന്ന ഒരു വീട് തന്നെയാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്നത് എന്നത് ആണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചു, ആ ദുരന്തത്തിൽ ജീവിതം കൈവിട്ടു പോയവർ കുറേ ഉണ്ടായിരുന്നു. അവർക്ക് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഇടങ്ങൾ ആണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. അതുകൂടി പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം നമ്മളൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നത് മാത്രമല്ല എടുത്തു പറയേണ്ടത്, ആ വീടും പരിസരവും എത്രത്തോളം മനോഹരമാക്കുന്നു, എത്രത്തോളം ജീവിത സൗകര്യങ്ങളാണ് സർക്കാർ അവിടെ ക്രമീകരിച്ചു നൽകുന്നത്. അപ്പോൾ വീടിൻ്റെ വലിപ്പം, അതിലെ സൗകര്യം, അത് മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്. മറിച്ച് ഈ ടൗൺഷിപ്പിലേക്ക് വരുമ്പോൾ, അതായത് മുണ്ടക്കൈ ചൂരൽമല എന്ന ടൗൺഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആരോഗ്യ കേന്ദ്രം ഉണ്ട് എന്നതാണ്. ഒരു അസുഖം ഉണ്ടായാൽ ഏത് സമയത്തും സമീപിക്കാൻ പറ്റുന്ന ആരോഗ്യ കേന്ദ്രം ഈ വീടുകളോട് ചേർന്ന് തന്നെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്നു. മറ്റൊന്ന് അങ്കണവാടി ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ദുരന്തബാധിതർ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ പലർക്കും പുറത്തുപോയൊക്കെ ജോലി ചെയ്യേണ്ടതായി വരും. അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ അവർ വലിയ അധ്വാനം നടത്തേണ്ടതായി വരും. അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായെങ്കിൽ അവരെ ദൂരസ്ഥലങ്ങളിൽ ഒന്നും കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ട സാഹചര്യമല്ല, മറിച്ച് ഈ ടൗൺഷിപ്പിൽ തന്നെ ഒരു അങ്കണവാടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഒരു പൊതു മാർക്കറ്റ് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഇല്ല, മറിച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങാൻ പറ്റുന്ന തരത്തിൽ ഒരു പൊതു മാർക്കറ്റ് കൂടി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കമ്മ്യൂണിറ്റി സെൻ്ററുകൾ കൂടി ഉണ്ടാകും എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. കമ്മ്യൂണിറ്റി സെൻ്ററുകൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇത്രയധികം വീടുകൾ, ഏതാണ്ട് 400ഓളം വീടുകൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ 4 പേർ വെച്ച് ഉണ്ട് എങ്കിൽ പോലും അവരിൽ പലരും നഷ്ടപ്പെട്ടവരാണ്. അങ്ങേയറ്റം വൈകാരികമായ പ്രതികരണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുമ്പോൾ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, തങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് കരുതിയിരുന്ന പലരും ഇപ്പോൾ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ വീണ്ടും വേട്ടയാടിയേക്കാം. എങ്കിൽ പോലും ഇപ്പോഴിതാ ഒപ്പം ഈ ടൗൺഷിപ്പിലെ സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ആരോഗ്യ കേന്ദ്രം എന്നത് വെറുതെ ഒരു ആരോഗ്യ കേന്ദ്രമല്ല, അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ്. അത് തീർച്ചയായും സർക്കാർ കയ്യടി അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്തു വയ്ക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ആ ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ഉണ്ടാകും എന്നത് എടുത്തു പറയണം. ഫാർമസി ഉണ്ടാകും. അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്കറിയാം, ഇപ്പോൾ രക്തവും കഫവും മലവും മൂത്രവും ഒക്കെ പരിശോധിക്കേണ്ടതായി നമ്മൾ വരാറുണ്ട്. അതിനുവേണ്ടി പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഇതാ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ലബോറട്ടറി സംവിധാനമുണ്ടാകും. അവിടെ തന്നെ മരുന്ന് നൽകുവാനുള്ള ഫാർമസി സംവിധാനമുണ്ടാകും. പരിശോധനകൾക്ക്, അതായത് അസുഖങ്ങൾ വന്നാൽ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറുടെ സേവനം ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കുള്ള അവസരമുണ്ടാകും. വാക്സിനേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവരിൽ പലർക്കും ഈ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. മാത്രവുമല്ല, ജീവിതത്തിലേക്ക് തിരികെ വരണമെങ്കിൽ വലിയൊരു സമയം അവർ ചെലവഴിക്കേണ്ടതായി വരും, ജോലികൾ ചെയ്യേണ്ടതായി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, കുട്ടികൾ ഉണ്ടെങ്കിൽ മറ്റ് മുതിർന്നവർക്കൊക്കെ വാക്സിനേഷൻ സൗകര്യം ഉണ്ടാകും. ഒബ്സർവേഷൻ മുറികൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഒരല്പസമയം, അതായത് ഒരു അസുഖം വന്ന് അതിത്തിരി ഗൗരവതരം എന്ന് തോന്നിയാൽ അവിടെ തന്നെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ഒബ്സർവേഷൻ നടത്തുവാനുള്ള സൗകര്യം ഉണ്ടാകുന്നു. OP സൗകര്യം ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൊതു മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അവിടെ ഈ പൊതു മാർക്കറ്റ് എന്ന സൗകര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പുറത്തുപോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആ ടൗൺഷിപ്പിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിന് പറ്റുന്ന കടകൾ, സ്റ്റാളുകൾ ഉണ്ട്. ഓപ്പൺ മാർക്കറ്റ്, എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇനി മറ്റു രീതിയിൽ, നമുക്കറിയാമല്ലോ ഓപ്പൺ മാർക്കറ്റ് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന ചന്ത എന്ന് പറയുന്ന ഒരു സംവിധാനം, അങ്ങനെയുള്ള ഓപ്പൺ മാർക്കറ്റുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് കുട്ടികൾക്ക്, അവരാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ആളുകൾ. അവർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള കളിസ്ഥലങ്ങൾ ഉണ്ടാകും എന്നതാണ്, പാർക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ്.
ഒപ്പം പാർക്കിംഗ് സൗകര്യങ്ങളടക്കം ഒരുപക്ഷെ പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ അനീഷ് അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എവിടെ നിന്നെല്ലാം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു, അവർ അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അവർ ഒരു മികച്ച ജീവിത സൗകര്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ, സുഹൃത്തുക്കളൊക്കെ ആ ഇടത്തേക്ക് വരുമ്പോൾ അവിടെ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് അത് പാർക്കിങ്ങിന് വേണ്ട പ്രത്യേകമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം മൾട്ടിപർപ്പസ് ഹാൾ അത് പ്രത്യേകം പറയേണ്ടതാണ്. അതായത് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആകട്ടെ, ഒരു വിവാഹമാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷ പരിപാടികളാകട്ടെ, ഈ ഉത്സവ സമയമാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സമൂഹ നോമ്പുതുറ നാളെ അവർക്ക് നടത്തണമെന്ന് തോന്നിയാൽ അവിടെ നടത്താം. നാളെ ഒരു ഓണാഘോഷം നടത്തണം എന്ന് തോന്നിയാൽ അവർക്ക് അതിനുള്ള ഇടം ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സ്പോർട്സിന് വേണ്ടി, അതായത് ലൈബ്രറി, കുട്ടികൾക്ക് വായിക്കുന്നതിന്, മുതിർന്നവർക്ക് വായിക്കുന്നതിന് ഇതേ ടൗൺഷിപ്പിനകത്ത് തന്നെയാണ് ലൈബ്രറി സംവിധാനമുള്ളത്. സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്, ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട് എന്നതുകൂടി എടുത്തു പറയണം. സോളാർ മെമ്മോറിയൽ സംവിധാനം, MCF സംവിധാനം, ഇങ്ങനെ എല്ലാ തരത്തിലും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു നഗര കേന്ദ്രീകൃതമാകുന്ന ജീവിത രീതി എങ്ങനെയാണോ അങ്ങനെ ഒരു ജീവിത രീതിയാണ് ഈ എബ്സ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്, വീടുകൾ എന്നത് മാത്രമല്ലല്ലോ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ വീടുകൾക്കൊപ്പം ജീവിത സൗകര്യം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കൃത്യമായി ഏറ്റവും മികച്ച ജീവിത സൗകര്യം കൂടിയാണ് സർക്കാർ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതർക്ക് ഒരുക്കി നൽകുന്നത്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട്, ജാതിമത ചിന്തകൾ മറന്നുകൊണ്ട് തീർച്ചയായും നല്ല പ്രവൃത്തികളെ അഭിനന്ദിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.